നമുക്കൊന്നൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ കൺവേർജൻസ് ഓഫ് ഫൊറിയർ സീരീസ് പഠിച്ചു. അത് ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റിംഗ് എക്സ് ഇൻ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ -π, π and reduce that 1 minus 1/3 plus 1/5 minus 1/7 plus etc equal to π/4. അപ്പോൾ നമ്മൾ ആദ്യം ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഫൊറിയർ സീരീസ് വെച്ചിട്ട് ഈ റിസൾട്ട് ഡെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഫൊറിയർ സീരീസ് നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടെ f of x എന്ന് പറയുന്നത് ഹിയർ f of x ഈക്വൽ ടു എക്സ്, ഇൻ്റർവെൽ തന്നിട്ടുണ്ട് -π ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. ഇനി ഫൊറിയർ കോഎഫിഷ്യൻറ്റുകൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. ദെൻ a0 ഈക്വൽ ടു 1/2π integral -π to π f of x dx. 1/2π integral -π to π f of x എന്ന് പറയുന്നത് x dx. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x²/2 വരും -π to π. ഇപ്പം ലിമിറ്റ് കൊടുക്കുക. ഇനി ഈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ 1/4π എക്സ് പൈ ആവുമ്പോൾ π² -π ആവുമ്പോൾ എന്ത് വരും? അത് π² തന്നെ വരും. അപ്പോൾ ഇതെന്താവും? ഈ ടേം a0 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് 0 ആയി പോവും. എന്നാണ് കണ്ടുപിടിക്കുന്നത് അടുത്ത ഫൊറിയർ കോഎഫിഷ്യൻറ്റ്. an ഈക്വൽ ടു 1/π integral -π to π f of x into cos nx dx. ഇനി ഇതിന് f of xൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/π integral -π to π f of x എന്ന് പറഞ്ഞാൽ x cos nx dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് cos nx എന്ന് പറഞ്ഞാൽ sin nx ബൈ n -π to π മൈനസ് ഇൻ്റഗ്രൽ -π to π ഡെറിവേറ്റീവ് ഓഫ് x 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് sin nx ഡിവൈഡ് ബൈ n dx. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1/π ഇവിടെ പൈ നമ്മൾ കൊടുക്കുമ്പോൾ sin nπ എന്താവും? 0 ആവും. അതുപോലെ sin -nπ എന്ന് പറഞ്ഞാലും അതും 0 ആവും. അപ്പോൾ ആ ടേം നമുക്ക് 0 ആയിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് ഒരു മൈനസ്. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. ഈ എന്നിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ -1/nπ. ഇനി sin nxൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. sin nxൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ? മൈനസ് cos nx ബൈ n -π to π. മൈനസ് മൈനസും കൂടെ പ്ലസ് ആയിപ്പോയി. ഇനി 1/nπ cos nπ. ഈ എന്നിനെയും കൂടെ പുറത്തെടുക്കാം. cos nπ മൈനസ് cos ഓഫ് -nπ എന്ന് വരും. cos ഓഫ് -nπ എന്ന് പറഞ്ഞാൽ cos nπ തന്നെ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഈ ടേമും 0 ആയിപ്പോവും. a0ഉം an-ഉം 0 ആവും. ഇനി അടുത്തതുപോലെ bn കണ്ടുപിടിക്കാം. bn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. 1/π ഇൻ്റഗ്രൽ -π to π f of x ഇൻറ്റു sin nx dx. 1/π ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നേ f of x എന്ന് പറഞ്ഞത് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 1/π ഇൻ്റഗ്രൽ -π to π x sin nx dx. ഇനി ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് sin nx എന്ന് പറഞ്ഞാൽ മൈനസ് cos nx ഡിവൈഡ് ബൈ n. ലിമിറ്റ് -π to π മൈനസ് ഇൻ്റഗ്രൽ -π to π ഡെറിവേറ്റീവ് ഓഫ് x 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് sin nx പറയുമ്പോൾ മൈനസ് cos nx ബൈ n വരും. മൈനസിനെ നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് പ്ലസ് ആക്കി എടുക്കാം. ഇനി എന്ത് ചെയ്യാം?
ഇവിടെ ലിമിറ്റ് വാല്യൂ ഇട്ട് കൊടുത്തു നോക്കുക. 1/π. എക്സിന് പൈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് പൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു -π cos nπ/n. -π കൊടുത്താൽ -π കൊടുക്കുക. എക്സിന് -π കൊടുത്തു കഴിഞ്ഞാൽ -π എന്ന് വരും അല്ലേ. ഇവിടെ ഒരു മൈനസും കൂടെ ക്യാൻസലായി. അപ്പോൾ ഇവിടെ പൈ വരും. -π cos -nπ/n പ്ലസ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 1/π കോമൺ ആയിട്ടുള്ളത് 1/π ഇതിൻ്റെ കൂടെ എടുക്കുക. 1/πയും ഈ എന്നും കൂടെ എടുക്കുക. 1/nπ cos nxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. cos nxൻ്റെ ഇൻറ്റഗ്രേഷൻ sin nx/n -π to π. ഈ ടൈം 0 ആയപ്പോൾ നമുക്ക് കിട്ടും. ഈ ടൈം നോക്കുക. ഈ ടൈമിൽ ഇവിടെ നമുക്ക് -2π, ഇത് രണ്ടും സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. ഇത് cos ഓഫ് -nπ എന്ന് പറഞ്ഞാൽ cos nπ തന്നെ വരും. അപ്പോൾ അത് റിപ്പീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് -2π/π, ഒരു പൈയും പൈയും ക്യാൻസലാവും. ബാക്കി cos nπ/n. ഇനി ഈ ടൈം എന്ന് പറയുന്നത് 0 ആയപ്പോൾ +0. ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? -2/n cos nπ. cos nπ നമുക്ക് എങ്ങനെ എഴുതാം? cos nπ എന്ന് പറഞ്ഞാൽ -1/n ആണ് നമ്മൾ ജനറലായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം n 1 ആവുമ്പോൾ cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. n 2 ആകുമ്പോൾ cos 2π -1² 1 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലെ ജനറലായിട്ട് ഇങ്ങനെ എഴുതി n = 1 2 3 etc. which is equal to, ഇതിനെ നമുക്ക് ഈ മൈനസിനെ കൂടെ ഇതിൻ്റെ കൂടെ എടുത്താൽ എന്ത് വരാം? 2 × -1/n ൻ്റെ കൂടെ ഒരെണ്ണം കൂടെ കൂട്ടി n+1/n. n = 1 2 3 etc. a0 an bn ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാം. ഫോറിയർ സീരീസ് റെപ്രസെൻറ്റിംഗ് f of x is a0 plus sigma n = 1 to infinity an cos nx plus bn sin nx. ഇനി വാല്യൂസ് കൊടുക്കുക. a0 0 ആണ്, an 0 ആണ്, bn മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വരും സിഗ്മ n = 1 to infinity. bn എന്താ? bn എന്ന് പറഞ്ഞാൽ 2 × -1n+1/n × sin nx. ഇനി എന്നിന് ഓരോ വാല്യൂ കൊടുത്ത് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കുക. n 1 വരുമ്പോൾ നമുക്ക് 2നെ കോമൺ ആയിട്ട് എടുക്കാം. 2 എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, കോൺസ്റ്റൻ്റ് അല്ലേ. n 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 1, അപ്പം -1² വരും. അപ്പം 1/1 sin x. ഇനി അടുത്ത n 2 ആണെങ്കിൽ -1³ വരും. അപ്പോൾ -1 വരെ. അപ്പം -1/2 sin 2x. n 3 വരുന്നെങ്കിലോ ഇവിടെ പ്ലസ് ആവും, -1/4 ആവും. അപ്പോൾ +1/3 sin 3x. അടുത്ത മൈനസ് ആയിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് പോകും. ഇനി നമുക്ക് കിട്ടാനുള്ള, നമ്മളോട് ഒരു റിസൾട്ട് ഡെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് ഡെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കൺവേർജൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ f of x, സിൻസ് f of x = x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണോ? f of x = x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഓൺ -π, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഹെൻസ് ബൈ കൺവേർജൻസ് തിയറം നമുക്ക് എന്ത് എഴുതാം? ഈ ഫോറിയർ സീരീസിന്റെ സം എന്ന് പറയുന്നത് x ആയിരിക്കും എഴുതാം. ഹെൻസ് ബൈ കൺവേർജൻസ് തിയറം x = ഈ സീരീസ് എഴുതിയാൽ മതി 2
ഇൻറ്റു sin x മൈനസ് 1/2 sin 2x പ്ലസ് 1/3 sin 3x മൈനസ് എക്സെട്ര. അപ്പം ഇത് കിട്ടി. ഇനി നമുക്ക് നോക്കിയേ ഒരു റിസൾട്ട് ഡെഡ്യൂസ് ചെയ്യാനുണ്ട്. റിസൾട്ട് എന്താ? 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു π/4 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ ഈ 1/3 അതൊക്കെ നമുക്ക് ഇവിടെ വരുന്നില്ല. നോക്കിയേ 1/3 ഇവിടെ ഈ ടേമുകളിലല്ലേ നോക്കിയേ. അപ്പോൾ അവിടെ ആ ഓഡ് ടേമുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഓഡ് ടേമുകൾ മാത്രം വരണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും നോക്കാം. എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 0 ആയിപ്പോവും. ഇനിയിപ്പോൾ നിങ്ങൾ എക്സിന് π/2 ആയിട്ട് കൊടുക്കുന്നെങ്കിലോ, എക്സ് π/2 ഇട്ട് കൊടുത്താൽ sin π/2 1. ഇനി 1/2 sin π/2 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ പൈ വരും, sin π, അത് 0 വരും. അടുത്തത് 1/3 ഇൻറ്റു sin 3π/2, അതെന്താ വരിക? 1. അപ്പോൾ 1/3 കിട്ടും. അങ്ങനെ നമുക്ക് ആ ടേം കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? പൈ കൊടുക്കുക. അപ്പോൾ ഇൻ ദ ഇക്വേഷൻ പുട്ട് x ഈക്വൽ ടു π/2. x ഈക്വൽ ടു π/2. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്നത് π/2 ആയി. അപ്പം നമ്മുടെ റിസൾട്ട് എന്തായി? π/2 ഈക്വൽ ടു 2 ഇൻറ്റു sin π/2 മൈനസ് 1/2 ഇൻറ്റു sin 2 ഇൻറ്റു π/2 എന്ന് പറയുമ്പോൾ sin π വരും, പ്ലസ് 1/3 sin 3π/2 മൈനസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു sin π/2 1 ആണ്. ഇവിടെ sin π 0 ആണ്, മൈനസ് 0 പ്ലസ് 1/3 sin 3π/2 എന്ന് പറയുന്നത്. sin 3π/2 എന്ന് പറയുന്നത് എന്താ? sin 3π/2 എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് അപ്പോൾ 1/3 ഇൻറ്റു -1 മൈനസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 1/3. കുറച്ച് ടേമുകളൂടെ എടുത്തു കഴിഞ്ഞാൽ, ആ 5ൻ്റെ ടേമൊക്കെ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് 1/5 മൈനസ് 1/7 ഇങ്ങനെ നമുക്ക് കിട്ടാം. ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസും വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? ഈ വാല്യൂ കിട്ടണ്ടേ. അപ്പോൾ 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര ഈക്വൽ ടു π/2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ π/4 വരും. ഇതാണല്ലോ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാനുള്ള റിസൾട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റിസൾട്ട് ഡെഡ്യൂസ് ചെയ്യാൻ. നമുക്ക് ഫോറിയർ കൺവേർജൻസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോറിയർ സീരീസിൻ്റെ സമ്മ് ആ ഫംഗ്ഷൻ ആണെന്ന് എടുക്കുക. അത് വെച്ചിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ എക്സിന് വാല്യൂ, നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള റിസൾട്ട് ഡെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.